ഓം ബ്രഹ്മാനന്ദരസാനുഭൂതികലിതേ പൂതേ സുശീരേ സിതേ യുഷ്മദ്വാഖലശോജ്ജിതേ ശ്രുതിസുഖൈ വാക്യാമൃതൈ സേജയ സന്തപ്തം ഭവതാപതാപദഹനജ്വാലാഭിരേണം പ്രഭോ ധന്യാസ്തേ ഭവതീക്ഷണക്ഷണഗതേ പാത്രീകൃതാ സ്വീകൃതാ. ഭഗവത്ഗീതയും ഉപനിഷത്തുകളും പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെയാണ് നന്നായിട്ട് പരിചയപ്പെട്ടിട്ടുള്ളതും അതിനെ അധികരിച്ച പ്രഭാഷണങ്ങളാണ് സാധാരണ നടത്താറുള്ളതും. പതിവിൽ കവിഞ്ഞ് ഇവിടെ തന്നെ ഒരു സത്രത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അന്ന് വിഷയം ഭഗവത്ഗീതയായിരുന്നു. അഖില ഭാരത ഭാഗവത സത്രം, അതിൽ 2 പ്രാവശ്യം ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ചില വിഷയങ്ങളെ അധികരിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിചയക്കുറവിൻ്റെ ഭാഗവതത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട്. ഈ ശൈലി ഇതുവരെ ആസ്വദിച്ച പതിവേ ഉള്ളൂ. അവതരിപ്പിക്കുന്നതിൽ വേണ്ടത്ര പ്രാവീണ്യമില്ല എന്ന് തുറന്ന് സമ്മതിക്കട്ടെ. അതുകൊണ്ട് ധാരാളം കേട്ട് പരിചിതരായിട്ടുള്ളവർ ഹേയ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ വേണ്ടത് എന്ന് വിഷമിക്കരുത്. ഭാഗവതം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് പരിചയപ്പെടാൻ കിട്ടുന്ന വേദി പ്രയോജനപ്പെടുത്തുകയെന്നേ ഉള്ളൂ. ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, ഇത് 3ാമത്തെ വർഷമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഇത് വളരെ വിജയകരമായിട്ട് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകരെയും അതുപോലെ തന്നെ ഓടി നടന്ന് പ്രവർത്തിച്ച ഓരോരുത്തരെയും ഇത്തരുണത്തിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. ആചാര്യസ്ഥാനത്തുകൊണ്ട് നിന്നുകൊണ്ട് ഇത്തരം മഹത്തായ കൃത്യങ്ങൾ ചെയ്യുന്ന യതിവര്യനും പ്രണാമം. സാധാരണ ഭാഗവത സത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തത്വ സമീക്ഷയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. കാമസ്യ നേന്ദ്രിയ പ്രീതിർലാഭോ ജീവേത യാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേന കർമ്മഭിഹി എന്ന് ഭാഗവതത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാമ്യ വിഷയങ്ങളുടെ തർപ്പണം അല്ലെങ്കിൽ ഇന്ദ്രിയ ഉപഭോഗ ജീവിതം, അതുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ജീവിതം സാർത്ഥകമാവുന്നത് തത്വസമീക്ഷ ഉണ്ടായിരിക്കുമ്പോഴാണ് എന്ന്, തത്വജിജ്ഞാസ ഉണ്ടായിരിക്കുമ്പോഴാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കഥ പറയുന്നതോടൊപ്പം തത്വസമീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തത് ശ്രദ്ധേയാണ്. അത് വളരെ ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള കാര്യമാണ്. ശ്രോതാക്കളുടെ പക്ഷത്തു നിന്നും ഓരോ പ്രാവശ്യവും സത്രം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ പറയാൻ പോണ കഥ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് കേൾക്കുന്ന ഒരു അവസ്ഥ ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അറിയുന്ന കാര്യമാണ് കേൾക്കുന്നതെങ്കിലും പുതുമയേറിയ ശൈലികളിലായിരിക്കും ഇത് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ശ്രദ്ധേയാണ്. ഓരോ പ്രാവശ്യം യജ്ഞം കഴിഞ്ഞാലും സത്രം കഴിഞ്ഞാലും എന്നിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ, എത്രത്തോളം എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ ശ്രോതാക്കൾ തയ്യാറാവുമ്പോഴാണ് ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം യത്നം സഫലമാവുന്നത്. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ശ്രോതാക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഭഗവത്ഗീതയിൽ അധപ്പതനത്തിൻ്റെ പടികൾ പറയുന്നിടത്ത്
ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാസഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിഭ്രംശഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അവിടെ സ്മൃതി വിഭ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമ്മോഹം കൊണ്ട് സ്മൃതി വിഭ്രമം ഉണ്ടാവും എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഓർമ്മ തെറ്റല്ലല്ലോ ഉണ്ടാവുക. ദേഷ്യം പിടിച്ചാലും പരിഭ്രമം വരുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ് ചെയ്യുക എന്നൊരു വാദമുണ്ട്. ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുന്നത് ഇവിടെ ഓർമ്മത്തെറ്റുണ്ടാവുന്നത് വാസ്തവത്തിൽ ശാസ്ത്ര ആചാര്യ അനുഗ്രഹം കൊണ്ട് ലഭിച്ചിട്ടുള്ള ഹിതസംസ്കാരത്തിനാണ് ഭ്രംശം ഉണ്ടാവുക എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ സ്മൃതി നിറയണം നമ്മുടെ മനസ്സിൽ. ഉദാത്തമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടുന്നതിന് വേണ്ടുന്ന ദിശാബോധം ശേഖരിക്കണം. ഇത് ആവശ്യമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഓർമ്മ വരിക എന്നുള്ളതിനെയാണ് സ്മൃതി അനുഗ്രഹം അല്ലെങ്കിൽ ഗുരു അനുഗ്രഹം എന്ന് പറയാം. ഈ ഭാഗവത സത്രം അപ്രകാരം നമുക്കൊരു അനുഗ്രഹമായി മാറട്ടെ എന്നും ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. ഭാഗവതം തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാം. ശ്ലോകം ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി എന്ന സ്തുതിഗീതത്തോടെയാണ്. ഈ സ്തുതിഗീതത്തെക്കുറിച്ച് 100ഓളം വ്യാഖ്യാനങ്ങളുണ്ട് എന്ന് വ്യാഖ്യാതാക്കളിൽ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഇതിൻ്റെ ഉപക്രമ ശ്ലോകം ഒന്ന് മാത്രം അനുസന്ധാനം ചെയ്താൽ മതി. ജന്മാദ്യസ്യ യതഃ എന്ന ആദ്യ പ്രയോഗം തന്നെ ബ്രഹ്മസൂത്രം എന്ന വേദവ്യാസരാൽ വിരചിതമായിട്ടുള്ള അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള ബ്രഹ്മസൂത്രത്തിൽ 1-ാം പാദത്തിൽ 2-ാം അധികരണം 2-ാം സൂത്രമാണ് ജന്മാദ്യസ്യ യതഃ എന്നത്. ആ സൂത്രം വെച്ച് ഭാഗവതത്തിലെ 1-ാമത്തെ ശ്ലോകം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഭാഗവതത്തിൻ്റെ അന്തർരഹസ്യം മറ്റൊന്നല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ബ്രഹ്മസൂത്രം വായിച്ചു പഠിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നത് പോലെയോ അതുമല്ലെങ്കിൽ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുന്നത് പോലെയോ താരതമ്യേന ശുഷ്കമാവില്ല ഭാഗവത പഠനം. കാരണം അതിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ മന്മഥനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ ആ ചേരുംപടിയുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാവുന്നു. ഇപ്പോൾ ഭാഗവതം ഗൗരവമേറിയ ഒരു ഗ്രന്ഥമാണ് എന്ന് സൂചിപ്പിക്കാൻ 1-ാമത്തെ ശ്ലോകത്തിലെ 1-ാമത്തെ വാക്യം ശ്രദ്ധേയം. തേനേ ബ്രഹ്മ ഹൃദായ ആദികവയെ എന്ന വരി, ഈ 1-ാം ശ്ലോകത്തിലെ ഈ വരി ബ്രഹ്മസൂത്രത്തിലെ 3-ാം അധികരണം 3-ാം സൂത്രം ശാസ്ത്ര യോനിത്വാത് എന്ന സൂത്രത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിന് ഇപ്പം മുതിരുന്നില്ല, അതിവിടെ പ്രസക്തവുമല്ല. പറയാൻ ഉദ്ദേശിച്ചത് ബ്രഹ്മസൂത്രം പഠിക്കുന്നതിൻ്റെ ഗുണം തന്നെ ഭാഗവത അധ്യയനം കൊണ്ട് ഭാഗവത ശ്രവണം കൊണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് തത്വസമീക്ഷാ സത്രത്തിൽ. കാരണം ഈ ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ടാവും ഇവിടെ. ഇപ്പൊ കഥകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അലിഞ്ഞ് ആസ്വദിക്കാൻ സജ്ജമാകും. അങ്ങനെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്ന സമയത്ത് അവിടെ തത്വരത്നങ്ങൾ വേണ്ട രീതിയിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് ജീവിതത്തിൻ്റെ വലിയ അനുഗ്രഹമായി സ്മൃതിയായി സ്വാംശീകരിക്കപ്പെട്ടോളും. വേണ്ട കാലത്തൊക്കെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ സൗകര്യം. ഏതായാലും അന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്ട് എന്ന വരി വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിൽ 4-ാം സൂത്രമായിട്ടുള്ള തത്വസമന്വയാത് എന്ന
ബ്രഹ്മസൂത്രത്തിലെ സൂത്രത്തെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ബ്രഹ്മം എന്ന പദത്തിന് വ്യാഖ്യാനമുണ്ട്. യതോവാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്ത്യഭിസംവിശന്തി തദ് വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. യാതൊന്നിൽ നിന്നാണോ സകല ഭൂതജാലങ്ങളും ആവിഷ്കൃതമായിരിക്കുന്നത്, യാതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ എല്ലാം നിലനിൽക്കുന്നത്, ആത്യന്തികമായി യാതൊന്നിലേക്കാണോ എല്ലാം വിലയിക്കുന്നത്, അതിനെ ബ്രഹ്മമെന്ന് അറിഞ്ഞാലും അത്യന്താധുനിക ശാസ്ത്ര ചിന്തയ്ക്ക് പോലും വിഷയമായിട്ടുള്ള ഈ ബ്രഹ്മത്തെക്കുറിച്ച്, ആധാര സത്തയെക്കുറിച്ചാണ് ഭാഗവതം ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. മാത്രവുമല്ല, ബ്രഹ്മാവലോകന ധിഷണ കൊണ്ട് അനുഗ്രഹീതരാണ് മനുഷ്യര് എന്ന് ഭാഗവതത്തിൽ തന്നെ മറ്റൊരിടത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ധർമ്മം നിർവഹിക്കുക എന്ന് പറയുമ്പോൾ ആശ്രമധർമ്മങ്ങൾ, വർണ്ണാശ്രമധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ തത്വജിജ്ഞാസ ഉള്ളവരായിരിക്കുകയും കൂടി വേണം. കാരണം ബ്രഹ്മാവലോകന ധിഷണ കൊണ്ട് നാം അനുഗ്രഹീതരാണ്. അപ്പൊ അതിന് ദിവസവും കുറച്ച് സമയമെങ്കിലും നീക്കി വെക്കാൻ പറ്റണം. വർഷത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള സത്രം അതിന് നമുക്ക് പ്രേരകമായി ഭവിക്കുകയാണ് വേണ്ടത്. പറഞ്ഞു വന്നത്, ഭാഗവതം എന്ന മഹാഗ്രന്ഥം വെറും എന്തോ കഥയാണ് എന്ന് പറഞ്ഞ് തള്ളരുത്. മറിച്ച് മനുഷ്യന്റെ ജീവിതത്തിന് കഥയുണ്ടാക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഭാഗവതം. ഇപ്പോഴൊക്കെ ജീവിതം വെറും കഥയില്ലായ്മയായിട്ട് മാറിയിട്ടുണ്ട്. കൃഷ്ണ കഥകൾ മനസ്സിലാക്കി കൃഷ്ണ ജീവിതത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് സാർത്ഥകത നൽകാൻ, അർത്ഥം നൽകാൻ, കഥയുണ്ടാക്കാൻ സഹായിക്കുന്നു ഭാഗവതം എന്ന് മനസ്സിലാക്കാം. ഈ ഒന്നാമത്തെ ശ്ലോകത്തെ ഗണേശ പൂജയായും സരസ്വതി പൂജയായും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട്. ഇനി ഈ ശ്ലോകത്തിന്റെ സാമാന്യ അർത്ഥം ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഈ യാതൊരു തത്വത്തിലാണോ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി, സ്ഥിതി, ലയനങ്ങൾ സംഭവിക്കുന്നത്, കടാക്ഷമാത്രം കൊണ്ട് ആരാണോ ഈ സൃഷ്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അധ്യക്ഷനായി നിന്നുകൊണ്ട് ഈ സൃഷ്ടിയെ ആരാണോ അനുഗ്രഹിക്കുന്നത്, സകല ഭൂതജാലങ്ങളിലും യാതൊരുവനാണോ അറിവായി പ്രശോഭിക്കുന്നത്, അവസ്ഥാത്രയങ്ങൾക്കും സാക്ഷിയായി ശരീരമനോബുദ്ധികൾക്കപ്പുറത്ത് പ്രകാശിക്കുന്ന ആ തത്വം തന്നെയാണത്രേ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ അനുപ്രവേശിച്ച് സൃഷ്ടിക്കുള്ള ചോദന നൽകിയത്. അങ്ങനെ ദേവന്മാരടക്കം യാതൊരു തത്വത്തെക്കുറിച്ച് മോഹിതരായി ഭവിക്കുന്നുവോ, ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്രാപ്യമായിട്ടുള്ള ആ സത്യം ഇവിടെ സൃഷ്ടിയുടെ മാസ്മരികതയിൽ അഭിവ്യക്തമാകുന്നില്ല. ഏത് പ്രകാരമെന്നാണെങ്കിൽ, കാനല ജലം, മരുഭൂമിയിൽ കാണുന്ന വെള്ളം മരുഭൂമിയെ മറച്ചു വെക്കുന്നത് പോലെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സത്യത്തിനായിക്കൊണ്ട് കാലത്രയാതീതമായി സർവകാരണ സ്വരൂപിയായി സ്പന്ദിക്കുന്ന തത്വത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഭാഗവതം എന്ന ഗ്രന്ഥം ആരംഭിക്കുന്നത് എന്ന് ഭാഗവത അവതരണം എന്ന ഈ വിഷയത്തിൽ സൂചിപ്പിക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവത്തിൽ ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇതേപോലെ തന്നെ വളരെ പ്രസക്തിയുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകം. ധർമ്മപ്രോജ്ജിതകൈരവോത്ര പരമോ നിർമ്മത്സരാണം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷിഭിഃ തക്ഷണാത്. ധർമ്മപ്രോജ്ജിത കൈരവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം. ധർമ്മ മനസ്സിൽ വൈരമൊഴിഞ്ഞ് വിദ്വേഷമൊഴിഞ്ഞ് വസിക്കുന്ന സജ്ജനങ്ങൾക്ക് എപ്പോഴും സംപ്രാപ്യമാണ് ഈ ഭാഗവത രഹസ്യം. മറിച്ച് കൈതവുമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രാപ്യമാണ്. ഫലാകാംക്ഷയില്ലാതെ മാത്സര്യമൊഴിഞ്ഞ് കർമ്മങ്ങളെ മുഴുവൻ
അർപ്പണമായി നൈവേദ്യമായി ചെയ്യുന്ന സജ്ജനങ്ങളാൽ നിരന്തരം അനുസന്ധാനം ചെയ്യപ്പെടുന്ന ഈ ഭാഗവതം വാസ്തവമായ സത്യത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, മംഗളകാരിയാണ്, താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു. മാത്രവുമല്ല, ഇത് അനുസന്ധാനം ചെയ്യുകയാണെങ്കിൽ സദ്യ എളുപ്പത്തിൽ തന്നെ ഈശ്വരൻ ഹൃദയത്തിൽ അനുപ്രവേശനം ചെയ്യും. ഈശ്വരൻ ഹൃദയത്തിൽ അനുപ്രവേശനം ചെയ്യുക എന്നുള്ളൊരവസ്ഥയില്ല. കാരണം ഈശ്വരൻ അവിടെ തന്നെയാണ് വസിക്കുന്നത്. പക്ഷേ മോഹം കൊണ്ട്, ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ട് നമ്മൾ അലയാൻ ഇടവരുന്നു, കഷ്ടപ്പെടാൻ ഇടവരുന്നു. ഇതൊക്കെ പരിഹരിക്കും. അഹങ്കാര ഗ്രന്ഥി ഛേദിച്ച് താപത്രയത്തിന് ഉന്മൂലനം ചെയ്യും. ആകെ വേണ്ടത് ഇത്രയേ ഉള്ളൂ, ശുശ്രൂഷിഭിഹി, ശുശ്രൂഷ ഉണ്ടായാൽ മതിയെന്ന. ശുശ്രൂഷികളാൽ ഇത് പ്രാപിക്കപ്പെടും. ശുശ്രൂഷ പറഞ്ഞാൽ ശ്രോതും ഇച്ഛ, കേൾക്കാൻ ആഗ്രഹമുണ്ടായാൽ മാത്രം മതി. മറ്റു ഒരു ഗ്രന്ഥത്തിലും ഈ ഒരു സൗകര്യം ഇല്ല എന്ന് തന്നെ പറയാറുണ്ട്. വിവേക വൈരാഗ്യാദികളൊക്കെ ആർജിച്ചെങ്കിൽ മാത്രമേ ഔപനിഷദിക തത്വങ്ങളൊക്കെ അനുസന്ധാനം ചെയ്യാനൊക്കെ യോഗ്യതയുള്ളൂ എന്ന് പറയും. ഇവിടെ അങ്ങനെ യാതൊരു നിഷ്കർഷയും ഏർപ്പെടുത്തിയിട്ടില്ല. അഥവാ എന്തെങ്കിലുമൊക്കെ ഗുണവിശേഷങ്ങൾ വേണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും വന്നുകൊള്ളും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ അനുഗ്രഹീതരാണ്. വെറുതെ കേട്ടിരുന്നാൽ മതി, ഈശ്വരൻ പെട്ടെന്ന് തന്നെ അവരോധിക്കപ്പെടും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമകൽപ്പതരോർഗളിതം ഫലം, സകല വേദങ്ങളുടെയും സാരത്തെ ആറ്റിക്കുറുക്കിയെടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഭാഗവതത്തിൽ. അതും ഒരു സൗകര്യമായി. എത്രയാ ശാസ്ത്രശാഖകൾ പഠിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു പുരുഷായുസ് ഒന്നും പോരാ എന്നതാണ് അവസ്ഥ. ഇതൊന്നും കേട്ട് പരിഭ്രമിക്കണ്ട എന്ന് ഭാഗവതം നമുക്ക് ധൈര്യം തരുന്നു. സകല നിഗമങ്ങളുടെയും വേദാംഗങ്ങളുടെയും സാരമായിട്ടുള്ള ഈ സത്യം അത് അത്യധികം പാകമായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു അലങ്കാരം പറയണത്, ശുകം എന്ന് പറഞ്ഞാൽ തത്താന്നും അർത്ഥമുണ്ട്. ഇവിടെ ശുഗബ്രഹ്മർഷി നമുക്ക് പ്രദാനം ചെയ്തത് എന്ന നിലയിലാണല്ലോ പാനം ചെയ്യുക ഭാഗവതം. ഇപ്പൊ ശുകം എന്ന് പറഞ്ഞാൽ തത്താന്ന് അർത്ഥമുണ്ട്. തത്ത കൊത്തുന്ന ഫലം അത്യന്തം പക്വമായിരിക്കും. അതിങ്ങനെ തൊട്ടാൽ ഒഴുകണ പോലെ, അമൃതം ഒഴുകാൻ റെഡിയായി നിൽക്കണ പോലെയാണ്. ഭാഗവതത്തെ അങ്ങനെ വിശേഷിപ്പിക്കണം. അതാണ് ശുഗബ്രഹ്മർഷി നമുക്കായിട്ട് പകർന്നു തന്നിട്ടുള്ളത്. ശുഗമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. ഇങ്ങനെയുള്ള മഹത്തായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗവത രസം പിബത, ഭാഗവത രസത്തെ നന്നായി ആസ്വദിച്ചാലും മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ഹേ, രസം ഇഷ്ടമുള്ളവർക്കൊക്കെ ജീവിതത്തിന് ഏറ്റവും രസം പ്രദാനം ചെയ്യുന്ന, ഇപ്പോൾ ജീവിതമൊക്കെ വിരസമായി പോകുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യം. ബ്രഹ്മാവലോകന ധിഷണ കൊണ്ട് അനുഗ്രഹീതനാണ് മനുഷ്യനെങ്കിലും അതിന് ആകെ കൽപ്പിക്കുന്ന വില, കേരളത്തിൽ ആത്മഹത്യാ നിരക്കൊക്കെ വർദ്ധിച്ചിരിക്കുന്ന കാലത്ത് പറയാതെ വയ്യ. വെറുമൊരു കയറിൻ്റെ തുമ്പിൽ അവസാനിപ്പിക്കുന്ന ക്ഷുദ്രതയായി, വിഡ്ഢിത്തമായി ജീവിതം എണ്ണുന്നതിന് കാരണം എന്താണ്? വിരസമായി പോയതാണ്. എന്തേ വിരസമായി പോവാൻ കാരണം? വിരസമായ ചിത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗവതം പോലുള്ള സമ്പന്നമായ രസനിർഭരമായിട്ടുള്ള ചിത്രങ്ങൾ, ഭാഗവതത്തിലൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് ആത്മാവിനെ അവഗണിക്കുന്ന ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയറിൻ്റെ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത് അല്ല, മറിച്ച് അതിനും എത്രയോ മുമ്പേ നമ്മളൊക്കെ ആത്മഹത്യ ചെയ്തു പോയിരിക്കണു എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അസുര്യാ നാമത്തെ ലോക അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേച ആത്മഹനോ ജനാഹ. ആത്മാവിനെ ഹനിച്ച ജനങ്ങൾ, ശങ്കരഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുന്നത് ആത്മാവിനെ അവഗണിക്കുന്നതാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. അങ്ങനെ ആത്മാവിനെ അവഗണിച്ചു എന്നുള്ള നിലയിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു.
ശരീരമനോബുദ്ധികൾക്കപ്പുറത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മവൈഭവത്തെക്കുറിച്ച് ഓർമ്മിക്കണില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മഹത്യ പോലെ തന്നെയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിതത്തെ സരസമാക്കാൻ ഭാഗവതത്തെ ആവോളം പാനം ചെയ്യൂ എന്നാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കഥ അറിയാം. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത. സഹസ്ര സംവത്സരങ്ങൾ, 1000 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സത്രത്തെ ചെയ്യാൻ നൈമിഷാരണ്യത്തിൽ കൂടിയിട്ടുള്ള ശൗനകാദി ഋഷീശ്വരന്മാര് തീരുമാനിച്ചു എന്നാണ്. കാലം എവിടെ അവസാനിക്കുന്നുവോ, എവിടെ വിശീർണമാകുന്നോ, കാലചക്രം എവിടെ വിശീർണമാകുന്നോ അവിടെയാണ് ഈ സത്രം ഒരുങ്ങിക്കൂടിയത് എന്നാ. ഇതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതികളിൽപ്പെട്ട് അലയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം എവിടെ വെച്ച് ഉപദേശിക്കപ്പെട്ടു എന്നുള്ളത് ഓർമ്മിക്കുന്നത് ആശ്വാസാവഹമാണ്. അപ്പം അവിടെ വെച്ച് വിഷ്ണുപദ പ്രാപ്തിക്കായിക്കൊണ്ട് 1000 സംവത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന സത്രം ചെയ്യാൻ ശൗനകാദി ഋഷീശ്വരന്മാർ തീരുമാനിച്ചു. ഈ സത്രം നടക്കുന്ന സമയത്ത് ഒരുപാട് കർമ്മങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പം അതിനിടയ്ക്കൊക്കെ ധാരാളം സമയം ഉണ്ടാവുന്നതാണ്. ഈ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന കാര്യത്തിൽ ഋഷീശ്വരന്മാർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവിടെ സൂതര് സത്രത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നു ചേർന്നിട്ടുണ്ട്. സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരയായി സകല ശാസ്ത്രങ്ങളും ശ്രവിച്ച് അത് അത്യധികം ഹൃദ്യമായ ഭാഷയിൽ പങ്കുവെക്കാൻ സാമർഥ്യം നേടിയവരാണ് സൂതർ വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സൂതൻ ഒരാൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. അപ്പം അദ്ദേഹത്തോട് ഈ ഋഷീശ്വരന്മാർ ശാസ്ത്ര വിഷയത്തിൽ കൂടുതൽ ശ്രവിക്കാൻ വേണ്ടി ശുശ്രൂഷയുള്ളവരായിട്ട് ചോദ്യം ചോദിച്ചതാണ് ഇവിടെ തുടക്കത്തിൽ അവതരിപ്പിക്കുന്നത്. പ്രായേണാൽപായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദാസുമന്ദമതയ മന്ദഭാഗ്യോ ഹ്യുപദ്രുത ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശഃ. നമ്മുടെയൊക്കെ ഒരു പ്രയാസം അന്നത്തെ കാലത്ത് തന്നെ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കലിയുഗത്തിൽ പിറന്നവരുടെ ഒരു ദൗർഭാഗ്യം, ഇത് ഒരു ദൗർഭാഗ്യമാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ട കാര്യമല്ല, മറിച്ച് ഇതൊരു സൗഭാഗ്യമായിട്ട് പരിണമിക്കുന്നതേ ഉള്ളൂ. എന്താണ് ദൗർഭാഗ്യം എന്നാണെങ്കിലോ, പ്രായേണ അല്പായുഷ, അല്പ ആയുസ്സാണ് നമുക്കൊക്കെ. കൂടി വന്ന 100 വർഷം, അത് തന്നെ കഷ്ടിയ. അതിൽ അവസാന കാലഘട്ടമൊക്കെ ആവുമ്പോഴേക്ക് ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലും ആയിപ്പോവാറുണ്ട് മിക്കവാറും പേരുടെ കാര്യത്തിൽ. അപ്പോൾ പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദാഹ. എല്ലാറ്റിലും ഒരു സാവകാശമാണ്. സാവകാശം എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സാവകാശമല്ല, ആലസ്യത്തിൻ്റെതായിട്ടുള്ള സാവകാശം. സുമന്ദമതയ, ബുദ്ധിയാണെങ്കിലോ വേണ്ടത്ര നന്നായിട്ട് പ്രകാശിക്കുന്നുമില്ല. മന്ദഭാഗ്യാഹ, ചുരുക്കത്തിൽ മന്ദഭാഗ്യന്മാരാണ് എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഭൂരീണി ഭൂരി കർമാണി, കർമ്മങ്ങളാണെങ്കിൽ ചെയ്യേണ്ടതായിട്ട് അനവധിയുണ്ട്, ശാസ്ത്രങ്ങളാണെങ്കിൽ പഠിക്കേണ്ടതായിട്ടും അനവധിയുണ്ട്. ഇങ്ങനെയുള്ള കാലത്ത് യാതൊന്ന് കേട്ടാലാണോ മോക്ഷം സിദ്ധിക്കുക, അതിനെ പറഞ്ഞു തരണം, വിസ്തരിച്ച് തന്നെ ഉപന്യസിക്കണം എന്ന് പറഞ്ഞ സമയത്ത് സൂതർക്ക് ഇത്രയേ ഉള്ളൂ സന്തോഷമായി എന്ന് പറയാൻ വയ്യ. കാരണം ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് പറയാനും ഒരു ഔത്സുക്യം ഉണ്ടാവുക. ശ്രോതാക്കളിൽ ജിജ്ഞാസ ഉണ്ടാവുമ്പോൾ വക്താവിന് പ്രചോദനം ഉണ്ടാവും. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ നല്ല ഒരു ജിജ്ഞാസ തന്നെ വേണം, എന്നാലേ ശാസ്ത്രം പറയാൻ പാടുള്ളൂ എന്നാ. ചോദിക്കാത്തടത്ത് ശാസ്ത്രം അവതരിപ്പിക്കരുത്. അപ്പം ഇതേ നിങ്ങൾ വേണ്ട കാര്യത്തെക്കുറിച്ച് വേണ്ട തരത്തിലുള്ള ഒരു ജിജ്ഞാസ തീവ്രമായി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ സൂതര് ഇവരെ അഭിനന്ദിച്ചു. എന്നിട്ട് തുടങ്ങുന്നത് എങ്ങനെയാ? ഒരു പ്രത്യേക ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ്. ശുഗബ്രഹ്മർഷിയെ വന്ദിക്കുന്നതാണ് ചിത്രം. പക്ഷേ ശുഗബ്രഹ്മർഷിയെ വന്ദിക്കുന്നു എന്ന് പറയല്ല ചെയ്യണത്, മറിച്ച് വേറൊരു ജീവിത രഹസ്യത്തെ അനാവരണം ചെയ്തുകൊണ്ടാണ് ശുഗബ്രഹ്മർഷിയെ വന്ദിക്കുന്നത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. മുനിം ആനതോസ്മി
ഞാൻ ആ മുനിയെ വന്ദിക്കുന്നു. ഏതു മുനിയെ? ശുകബ്രഹ്മർഷിയെ വന്ദിക്കുന്നു. ആരാ ഈ ശുകബ്രഹ്മർഷി? സർവഭൂത ഹൃദയത്തെയും ആവർജിച്ചിട്ടുള്ള, സർവഭൂത ഹൃദയങ്ങളിലും പ്രവേശിച്ചിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് നിശ്ചയിച്ചതെന്നാണെങ്കിൽ ഒരിക്കൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിന്ന. സാക്ഷാൽ വേദവ്യാസർ പോലും സ്വന്തം പുത്രനിൽ ഇത്തിരി ഒരു മമത കാണിച്ചു. പുത്രാ പുത്രാ എന്ന് വിളിക്കുകയുണ്ടായി. എപ്പോഴാ? ജനിച്ച ഉടനെ തന്നെ യാതൊരു ജാതകർമ്മങ്ങളും നിർവഹിക്കാതെ ഈ ബ്രഹ്മരസ അനുഭൂതിയിൽ മുഴുകി ഇറങ്ങിപ്പോയ പുത്രനെ പിറകിൽ നിന്ന് പുത്രാ പുത്ര എന്ന് വിളിച്ചു എന്നാ. പക്ഷെ മറുപടി പറയാൻ തിരിഞ്ഞു നോക്കുകയുണ്ടായില്ല. അങ്ങനെ അങ്ങോട്ട് ശുകബ്രഹ്മർഷി നടന്നുപോയി. പക്ഷേ മറുപടി കിട്ടീന. ഈ ഒരു വിളി പ്രതിഫലിച്ചു. എങ്ങനെ? സകല വൃക്ഷങ്ങളിലും. എന്താ കാരണം? ശുകബ്രഹ്മർഷി സകല വൃക്ഷങ്ങളിലും അനുപ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. സർവഭൂത ഹൃദയസ്ഥനാണ്. അങ്ങനെയുള്ള മുനിയെ വന്ദിച്ചുകൊണ്ടാണ് ഭാഗവതം എന്ന പുരാണ ഗ്രന്ഥം സമാരംഭിക്കുന്നത്. ഇനി സൂതരോട് ശൗനകാദി ഋഷീശ്വരന്മാര് കൃഷ്ണ കഥ പറയാനും കൂടി നിർബന്ധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യം പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. സ്പെസിഫിക് ആയിട്ട് കൃഷ്ണകഥയാട്ടോ അവതരിപ്പിക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ക്ഷേമത്തിനായിക്കൊണ്ടും അഭിവൃദ്ധിക്കായിക്കൊണ്ടും അവതാരമെടുത്ത പൂർണ്ണാവതാര സ്വരൂപിയായിട്ടുള്ള കൃഷ്ണന്റെ കഥ, ലീലകള് ഇത്തിരി വിസ്തരിച്ചു തന്നെ പറയണം എന്ന് ശൗനകാദി ഋഷീശ്വരന്മാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്വാം കാഷ്ടാമധുനോപേദേ ധർമ്മം കം ശരണം ഗത. സ്വധാമം പ്രാപിച്ച സമയത്ത്, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തെ പ്രാപിച്ച സമയത്ത് എവിടെയാണ് ധർമ്മങ്ങളൊക്കെ കൃഷ്ണന്റെ കൂടെ പോവേണ്ടായിന്ന. അപ്പൊ പിന്നെ കൃഷ്ണൻ സ്വധാമത്തെ പ്രാപിച്ച സമയത്ത് ധർമ്മം എവിടെയാണ്? ധർമ്മ കം ശരണം ഗത. എവിടെയാണ് ശരണം പ്രാപിച്ചത് എന്നും ഇവര് ചോദിക്കുകയുണ്ടായി. സൂതരാണെങ്കിൽ വിസ്തരിച്ച് കഥ പറയുന്നു. ഈ കഥ പറയുന്നതിൻ്റെ ആമുഖമായിട്ട് പറയുന്നുണ്ട്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ആരാണോ ആത്മാവിൽ ഈശ്വരനെ കാണുന്നത്, ഭാഗവതാദി പുരാണങ്ങളൊക്കെ ശ്രവിച്ച് സർവാന്തര്യാമിയെ സ്വന്തം ഹൃദയത്തിൽ ആര് തിരിച്ചറിയുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം കലികാല കൽമഷം എന്നല്ല, എല്ലാവിധത്തിലുള്ള ദോഷ്യങ്ങളും നീങ്ങിപ്പോകും എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഒരിടത്ത്. ഇനി അതുകൊണ്ട് എന്തു വേണം? തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാംപതി ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ധേയഃ പൂജ്യശ്ച നിത്യതാ തസ്മാത് ഏകേന മനസാ. അതുകൊണ്ട് ഇത്രേ വേണ്ടു. ഈ കഥകളൊക്കെ നന്നായി ശ്രവിച്ച് കഥകൾ വിസ്തരിച്ച് പറയണോണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, മനസ്സിനാണെങ്കിൽ അനവധി വൃത്തികളുണ്ടേ. അപ്പൊ അത് പല വഴിക്കും ഇങ്ങനെ തെന്നി പോകും. അതേപോലെ തന്നെ ഒരുപാട് വൃത്തികളുള്ളതാണ് കഥകൾ. ശ്രീകൃഷ്ണ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിൽ എത്ര കേട്ടാലും മതി വരാത്തതാണല്ലോ. അപ്പോൾ ഒരുപാട് കഥകളുണ്ട്. ഇത്രയും കഥകൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് വൃത്തികൾക്ക് തത്തുല്യമായിട്ട് ഇവിടെ വൃത്തികൾ ഉണ്ടാവുമ്പോൾ ഈ വൃത്തികൾ അവിടെ ചേർന്ന് അതൊക്കെ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തു പോവും, ഇല്ലാണ്ടായി നശിപ്പിച്ച് കളയും. അങ്ങനെ കേട്ട് മനസ്സിനെ ഈ കൃഷ്ണതത്വത്തിൽ ഉറപ്പിച്ച് തസ്മാത് ഏകേന മനസാ ഭഗവാൻ സാത്വതാംപതി ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ധ്യേയഃ പൂജ്യശ്ച നിത്യത. ഇങ്ങനെ സാത്വതാംപതിയെ കൃഷ്ണ ഭഗവാനെ ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ഇങ്ങനെ സൂതര ഏതായാലും ശൗനകാദികൾക്ക് കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കുന്നതിന് പ്രാഥമികമായിട്ട് ആമുഖം എന്നുള്ള നിലയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാംഗതി. ഇങ്ങനെ എല്ലാ വേദങ്ങളും വാസുദേവനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. സകല യജ്ഞങ്ങളും വാസുദേവനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. സകല കർമ്മങ്ങളും വാസുദേവനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. ക്രിയകളും ജ്ഞാനവും തപസ്സും ധർമ്മവും പരമമായ ഗതിയും വാസുദേവനല്ലാതെ മറ്റൊന്നല്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനുശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്നു. 10-24 അധികം അവതാരങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്നുണ്ട്.
22 ഓളം അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഉപസംഹരിക്കുന്നത് എങ്ങനെയാണ്? അവതാരാഹ്യ സംഖ്യേയ ഹരേ സത്വനിധേർദ്വിജാ യഥാവിഭാസിന കുല്യ സരസസ്യു സഹസ്രശഃ. എപ്രകാരമാണോ ഒരു സരസിൽ നിന്ന് ഒരുപാട് കൊച്ചു സരസ്സുകൾ ഉദ്ഭവിക്കുന്നത്, ഇതേപോലെ ഭഗവാന്റെ അവതാരങ്ങളൊക്കെ അസംഖ്യമാണ്, പറഞ്ഞാൽ തീരില്ല. എന്നാലും എന്ന് പറഞ്ഞാണ് കുറച്ച് അവതാരങ്ങൾ കുറിച്ച് പറയുന്നത്. പിന്നെ ബാക്കി ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെ കൂടുതൽ വിസ്തരിക്കുന്നുണ്ട്. ആമുഖമായിട്ട് ഇത്രയൊക്കെ സൂതൻ പറയുന്നുണ്ട്. കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാധിഭിഃ സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോ അധുനോദിത എന്നതാണ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത്. കൃഷ്ണൻ സ്വധാമത്തെ പോകിയ സമയത്ത് ധർമ്മജ്ഞാനാധിഭിഃ സഹ, ധർമ്മജ്ഞാനാദികളോടെ കൃഷ്ണൻ സ്വധാമത്തെ പോകിയപ്പോ കലൗ ഈ കലികാലത്തിങ്കൽ നഷ്ടാദൃശാമേഷ കണ്ണ് കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂര്യോദയം പോലെയാണ് ഭാഗവതം സംഭവിച്ചത് എന്നും ചിത്രീകരിക്കുന്നു. അപ്പൊ ഭാഗവത സംഭവം ഒരു മഹത്തായ സംഭവമാണ്. ഇതൊരു സൂര്യോദയം പോലെയാ. അപ്പൊ ചോദിക്കേണ്ടായില്ലേ, എവിടെ പോയി ധർമ്മം എവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ഭാഗവതത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഉത്തരം. പിന്നീട് ഭാഗവതം ഉണ്ടായത് എങ്ങനെയാന്ന് പറയേണ്ടത് വേദവ്യാസരാണ് രചിച്ചത്. ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനാണ് ഇത് ഉപദേശിച്ചു കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് സംശയായി. ഈ ശുകബ്രഹ്മർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ഇടത്ത് പാല് കറക്കണ സമയം പോലും ആള് നിൽക്കുക പതിവില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മർഷി എങ്ങനെ ഒരിടത്തിരുന്ന് പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശം കൊടുത്തു? മാത്രമല്ല, ഈ പരീക്ഷിത്ത് മഹാരാജാവ് ഉപദേശം കേൾക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയോ? പ്രായോപവേശം ചെയ്തു എന്നൊക്കെ കേട്ടൂലോ, അതെന്താ കഥ? അതും വിസ്തരിച്ച് പറഞ്ഞു തരണം. വേദവ്യാസർ എങ്ങനെയാ ഇത് പഠിപ്പിക്കാൻ ഇടയായത്? മാത്രമല്ല, വേദവ്യാസർ എങ്ങനെയാണ് ഭാഗവതം രചിക്കാൻ ഇടയായത്? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചു. ഈ സംശയത്തിന് മറുപടി പറയാണ് ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഏതായാലും ഈ സംശയം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംശയമാണ്. ഈ സംശയത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം ചെയ്യാനിടയായിട്ടുള്ള കഥ വിസ്തരിക്കുന്നുണ്ട്. കാരണം ഈ അധ്യായത്തിലും ഈ സ്കന്ധത്തിലും അടുത്ത സ്കന്ധത്തിലുമായിട്ട് ഗുരുശിഷ്യന്മാരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണല്ലോ. പന്നലയിൽ പരീക്ഷത്തിൻ്റെ കഥ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഏതായാലും ഋഷിനിന്ദ ചെയ്തു എന്നുള്ളതാണ് പരീക്ഷിത്ത് മഹാരാജാവിനെ ശാപഗ്രസ്തനാക്കാൻ കാര്യം. പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ശാപത്താൽ ഗ്രസിതനായി. അതിന് കാരണം ഋഷിനിന്ദ ചെയ്തു എന്നുള്ളതാണ്. ഈ ഋഷിനിന്ദ വാസ്തവത്തിൽ ഇക്കാലത്ത് അതിനേക്കാളേറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഋഷിനിന്ദ ഇക്കാലത്ത് വളരെയേറെ സംഭവിച്ചിരിക്കുന്നു. അന്നാണെങ്കിൽ പരീക്ഷിത്ത് മഹാരാജാവ് അതികേമനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. കലിയെ പോലും അടക്കി നിർത്തിയ രാജാവ് എന്നുള്ള നിലയിൽ പുകഴ്പെറ്റവനാണ്. പരീക്ഷിത്ത് എന്ന പേര് വന്നതിൻ്റെ തന്നെ കാരണം ശ്രദ്ധേയമാണ്. പരീക്ഷിച്ച് നടക്കുക. എങ്ങനെയാ പരീക്ഷിക്കുക എന്നാണെങ്കിൽ ഓരോന്നിലും ജഗതീശ്വര പ്രഭാവം കണ്ടെത്താൻ ഉത്സാഹിച്ചിരുന്ന ആളായിരുന്നു എന്നാ. ഇത് വളരെ ശ്രദ്ധേയ. ഇപ്പോൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് തന്നെ ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. പിറന്നു വീണ ശേഷം ആ പുരുഷൻ എവിടെയെന്ന് അന്വേഷിച്ചു നടന്നു എന്നാ. ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. ഇങ്ങനെയാണ് അന്വേഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓരോന്നായിട്ട് എണ്ണി എണ്ണി നോക്കണമെന്ന ഇതിൽ ജഗതീശ്വര പ്രഭാവമുണ്ടോ? ഇങ്ങനെ പരീക്ഷിച്ച് നടക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് പോലും അപകടം സംഭവിച്ചു എന്നുള്ളതാണ് വസ്തുത. എപ്പോഴാണ് അപകടം സംഭവിച്ചത്? കാമക്രോധാദികൾ വന്ന് ആവേശിച്ച സമയത്ത്. ഭഗവത്ഗീതയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ, ധ്യായതോ വിഷയാൻ പുംസഹ. ഇപ്രകാരം കാമക്രോധങ്ങൾ വന്നപ്പോ ഈവൻ ഭഗവത്ഗീത ഉപദേശത്തിന് പോലും ഭ്രംശം സംഭവിച്ചത് എങ്ങനെയാണ്? 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, യോഗോ നഷ്ട പരന്തപ. യോഗം നഷ്ടമായി പോയി. എങ്ങനെ? സകാലേ നേഹ മഹത
കാലപ്പഴക്കം കൊണ്ട് യോഗം നഷ്ടമാവുമോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കര ഭഗവത്പാദര ഭാഷ്യത്തിൽ ഉത്തരം പറയണു, അനുഷ്ഠാതൃണാം കാമോദ്ഭവാത്, അനുഷ്ഠാതാക്കളിൽ കാമം സംഭവിക്കുമ്പോഴാണ്. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവിന് ഒരു അബദ്ധം പറ്റി. എന്തേ ചെയ്തു? ഒരു ഋഷീശ്വരന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടുപോയി ഇട്ടു. അതൊക്കെ ഭേദല്ലേ ഇന്നത്തെ കാലത്ത് ഋഷീശ്വരന്മാരോട് കാണിക്കുന്ന അനാദരവിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോ എന്ന് നമുക്ക് തോന്നും. അപ്പോ അക്കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ പരീക്ഷത്തിനെ പോലൊരു മഹാരാജാവിന് ഇത് സംഭവിച്ച സമയത്ത് അതൊരു മാതൃകയാക്കി മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് ബാക്കി കഥകളൊക്കെ. ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുക വേറെ പല രീതിയിലോ, അങ്ങനെ ഒരു അനുഗ്രഹമൊന്നും ആവില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഭാഗവത സത്രങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാപത്തിനൊക്കെ ഒരു പ്രായശ്ചിത്തമാവും. ഏതായാലും ഗുരുനിന്ദ, ആചാര്യനിന്ദ, ഋഷിനിന്ദ ഒരിക്കലും ചെയ്തുകൂടാ. അങ്ങനെ ചെയ്തതുകൊണ്ട് പരീക്ഷത്തിന് അപകടമുണ്ടായി. പക്ഷേ അതിനെ തന്നെ ഒരു വലിയ ദൗർഭാഗ്യത്തെ ആക്കി മാറ്റി എന്നുള്ളതാണ് പരീക്ഷത്തിന്റെ വലിയൊരു പ്രത്യേകത. അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസമേ ഉള്ളൂ തക്ഷക ദംശനമേറ്റു മരിക്കാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി ആ 7 ദിവസം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു. നമ്മൾ പലപ്പോഴും ഭാവിയെക്കുറിച്ച് അറിയാൻ വേണ്ടി ഓരോരുത്തരുടെ അടുത്ത് ചെല്ലാറുണ്ട്. എന്നിട്ടോ അവരുടെ പല പ്രകാരത്തിൽ അവർ കണ്ടെത്തിയിട്ട് ഭാവിയെക്കുറിച്ച് പറയും. അപ്പോൾ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. പരിഹാരക്രിയ ചെയ്യാൻ വേണ്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഓടാനും നമ്മൾ തയ്യാറാണ്. പക്ഷേ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി വന്ന വഴിയിലുള്ള അപകടങ്ങളെ തിരിച്ചറിയാനും തിരുത്താനും അതൊരു പരിഹാരക്രിയയില്ലേ, അതിനുവേണ്ടി ഉത്സാഹിക്കുക പതിവില്ല. എന്നിട്ടോ ഭാവിയെക്കുറിച്ചാണെങ്കിലോ ശാന്തി ഉണ്ടാവാൻ വഴിയുണ്ടോ, അതിനെന്താ പരിഹാരം ചെയ്യേണ്ടത് എന്നല്ല അന്വേഷിക്കുക. മറിച്ച് യാതൊരു സൗകര്യങ്ങളാണോ നമ്മെ വീണ്ടും കൂടുതൽ സങ്കീർണതയിലേക്ക് വലിച്ചഴക്കുക, അത്തരം സൗകര്യങ്ങൾക്ക് പിറകിലാണ് നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തൊക്കെ ചെയ്താലാണോ പരമശാന്തി ഉണ്ടാവുക, അതിന് വഴി പറഞ്ഞു തരൂ എന്ന് വേണം ദൈവജ്ഞൻ്റെ അടുത്ത് എന്നിട്ട് അപേക്ഷിക്കാൻ. മറിച്ച് എന്തൊക്കെ ഉണ്ടായാലാണോ കൂടുതൽ അശാന്തിയിലേക്ക് വലിച്ചഴക്കപ്പെടുക, അതിനാണ് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത്. ഒരു വിഡ്ഢിത്താണ്, ആലോചിച്ച് നോക്കണം. ഏതായാലും പരീക്ഷിത്ത് മഹാരാജാവ് എങ്ങനെ ജീവിതത്തെ പ്രയോജനപ്പെടുത്താം എന്നാണ് ചോദിച്ചത്. അപ്പോഴാണ് കഥ പറയണത്. ശുഗബ്രഹ്മർഷിയാണെങ്കിലോ വേദാന്ത പാരംഗതനാണ്. ഇതിലൊന്നും അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാ. വേദവ്യാസര് ഈ ശുഗബ്രഹ്മർഷിക്കിത് ഹൃദ്യമായി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള മട്ടില് ശിഷ്യന്മാരെ കൊണ്ട് അവിടെ വെച്ച് ഇതിങ്ങനെ ഗാനം ചെയ്യിപ്പിക്കും അത്രേ. അങ്ങനെയാണ് ശുഗബ്രഹ്മർഷി ഇതിൽ ആകൃഷ്ടനായത്. അപ്പൊ യോഗ്യനായ ഗുരുവായി, യോഗ്യനായ ശിഷ്യനായി. വിസ്തരിച്ച് നമ്മൾ കേൾക്കുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇനിയത്തെ ചോദ്യം, വേദവ്യാസര് ഇത് വിരചിക്കാൻ കാരണമായത് എങ്ങനെയാണ് എന്നാ. അതാണ് വളരെ കേമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. സരസ്വതീ നദീ തീരത്ത്, കൂട്ടത്തിൽ പറയട്ടെ, ഭാരതീയനാണെങ്കിൽ ഹിമാലയ സന്ദർശനം നടത്തിയിരിക്കണം. എന്നാലേ നമ്മൾ ശരിക്കും ഭാരതീയൻ എന്ന് അവകാശപ്പെടാൻ പറ്റുള്ളൂ. എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. സ്വാമിക്ക് നിങ്ങളോട് ഓരോരുത്തരോടുള്ള അപേക്ഷ, പ്രായമൊന്നും നോക്കണ്ട. കാരണം സ്വാമി പോയ സമയത്തൊക്കെ വളരെ പ്രായമായവരൊക്കെ നടന്ന് കയറുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് എവിടുന്നോ ഒരു ഊർജ്ജമൊക്കെ കിട്ടാനുണ്ട്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാത്രമല്ല എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ശരി ക്ഷീണം എന്ന് പറഞ്ഞത് തോന്നില്ല. അതൊക്കെ ഓരോരോ അത്ഭുതം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. എന്തായാലും ശരി, ഭാരതീയരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഹിമാലയ സന്ദർശനം നടത്തിയിരിക്കണം. ഇപ്പോൾ ഇത് ഓർമ്മിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഹിമാലയത്തിൽ നമ്മളിവിടെ വായിക്കില്ലേ, സരസ്വതീ നദീ തീരത്തിരുന്ന് വേദവ്യാസർ ആലോചിച്ചു. അത് നേരിൽ കാണാമെന്നുള്ളൊരു സൗകര്യം അവിടെ സരസ്വതീ നദി ഉത്ഭവിച്ചിരിക്കുന്ന സ്ഥാനം, അവിടെ വ്യാസഗുഫ എന്നാണ് പറയുക ഹിന്ദിയിലായതുകൊണ്ട്. വ്യാസരുടെ ഗുഹ അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിലെ ശ്ലോകം. അപ്പോൾ ആ സരസ്വതി നദി നീല നിറത്തിലാണ്. അത് കഴിഞ്ഞാൽ അതങ്ങോട്ട് പിന്നെ അപ്രത്യക്ഷയായി പോണു എന്നാണല്ലോ. ഇവിടെ മറ്റൊരു നദി വന്ന് ചേരുന്നുണ്ട്, കേശവപ്രയാഗ് എന്ന് പറയും. അപ്പോൾ അളകനന്ദ വന്നിങ്ങനെ അതിലൂടെ ഒഴുകുന്നുണ്ട്. അവിടെ വന്നിട്ടാണ് സരസ്വതി നദി ചേരുന്നത്. ആ നീല നിറം അവിടെ വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാണില്ല.
അങ്ങനെയുള്ള സരസ്വതി നദിയുടെ തീരത്ത് വേദവ്യാസർ സ്നാനാദി കൃത്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചു എന്നാ, എന്താ എനിക്കൊരു മനഃപ്രസാദം തോന്നാത്തത് എന്ന്. അങ്ങനെ തോന്നാൻ എന്താ കാര്യം? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രസാദം തോന്നത്തക്ക രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്യണോ നേടണോ ഈ വിഷയത്തിൽ എൻ്റെ ബുദ്ധിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിസ്തരിച്ച് കുറിച്ചു വെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വേദവ്യാസരുടെ സംഭാവന? നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദവ്യാസർ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ സ്തുതിക്കുക അങ്ങനെ തന്നെയാണല്ലോ. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ഫുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ എന്നാണ് സ്തുതിക്കുക. വിശാല ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശാലമായ ബുദ്ധിയുള്ള ആള്. വിശാലമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അക്ഷുദ്ര ബുദ്ധി, ക്ഷുദ്രമല്ല ബുദ്ധി, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വികസിതമായ ഹൃദയം, എത്രയോ സഹസ്രാബ്ദങ്ങളുടെ മനഃശാസ്ത്രത്തെ അപഗ്രഥിക്കാൻ കഴിവുള്ള ബുദ്ധിമാൻ. ഇതാണ് വേദവ്യാസരുടെ പ്രത്യേകത. ഇന്നും നമ്മളുടെ ചുറ്റുവട്ടമുള്ള ഒരുപാട് ആളുകളെ നമുക്ക് മഹാഭാരത കഥയിൽ കാണാൻ പറ്റും. കുന്തി അപ്പൊ അന്ന് തന്നെ മഹാഭാരത രചനയുടെ കാലത്ത് തന്നെ എത്രയോ പേരുടെ മനഃശാസ്ത്രം അപഗ്രഥിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിശാല ബുദ്ധി. എന്താ ചെയ്തത്? വേദങ്ങൾ 4ആയിട്ട് വ്യസിച്ചു. അത് വലിയൊരു കാര്യമാണ് ചെയ്തത്. ഫസ്റ്റ് എഡിറ്റർ ആൻഡ് പബ്ലിഷർ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയാം. വേദങ്ങളെ മുഴുവൻ എഡിറ്റ് ചെയ്തു, എന്നിട്ട് അത് ഭംഗിയായിട്ട് പബ്ലിഷ് ചെയ്തു. അതുകൊണ്ട് വേദവ്യാസൻ എന്ന് പേര്. പിന്നെയോ മഹാഭാരതം രചിച്ചു. മഹാഭാരതം രചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ ഒരു മഹാസംഹിതയാണ്. അതിൻ്റെ എല്ലാ സങ്കീർണതകളും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗഹനത പൂർണ്ണതയിൽ തന്നെ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത എന്ന അതിഗംഭീരമായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥവും ഗ്രഥിച്ചിരിക്കുന്നത്. അതും ചെയ്തു. പിന്നെയോ ബ്രഹ്മസൂത്രം പോലുള്ള ഇന്നും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അന്നമാണ് ബുദ്ധിക്ക് ബ്രഹ്മസൂത്രം. അതിൻ്റെ ആ രചനാ പദ്ധതിയും അതിൻ്റെ ഭാഷ്യസഹിതം അനുസന്ധാനം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ധിഷണാശേഷിയെ നമ്മൾ എങ്ങനെയൊക്കെ അഭിനന്ദിച്ചാൽ മതിയാവില്ല. അപ്പോൾ അതും ചെയ്യേണ്ടായി. മാത്രമല്ല വേദങ്ങളൊക്കെ ഓരോരോ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അത് പരമ്പരയായി നിലനിർത്തുന്നതിനുള്ള സംവിധാനവും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും എനിക്ക് എന്തേ ഒരു സമാധാനം കിട്ടാത്തത്? സമാധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദവ്യാസരുടെ നിലയ്ക്കുള്ള അസമാധാനമാണ്. അല്ലാതെ നമുക്ക് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞില്ല എന്നോ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു എന്നോ ഒക്കെ, അല്ലെങ്കിൽ പരീക്ഷയാണെന്നോ ഒക്കെ വന്ന് അങ്ങനെയൊക്കെയുള്ള കാരണം കൊണ്ട് നമുക്ക് ഇത്തിരി മനപ്രയാസമൊക്കെ ഉണ്ടാവാറുണ്ട്. ആ പ്രകാരത്തിലുള്ള മനപ്രയാസമൊന്നുമല്ല. വേദവ്യാസരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു പ്രയാസങ്ങളും ഇല്ല. പിന്നെയോ അവരുടെയൊക്കെ കാരുണ്യം കൊണ്ട്, ഈ കാരുണ്യത്തിന്റെ ഒരു നിദർശനം അല്ലെങ്കിൽ കാരുണ്യം എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അനുകമ്പാ ദശകം എഴുതിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ. ഇപ്പോൾ ഇവിടെ കാലത്ത് അനുകമ്പാ ദശകമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങള്. അപ്പൊ അനുകമ്പാ ദശകത്തിൽ പറയുന്നത്, ഒരു പീഡയറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത ചിന്തയും. ഇങ്ങനെ ഭംഗിയായി സംഗ്രഹിച്ചിരിക്കുകയാണ്. ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത് എന്നുള്ള ഔചിത്യ ദീക്ഷ. ഉറുമ്പിന് ഉപദ്രവം ചെയ്യുന്നില്ല എന്നുള്ള ഔദ്ധത്യബോധമല്ല, മറിച്ച് ഔചിത്യ ദീക്ഷ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആ കാരുണ്യ തികവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള കാരുണ്യം നിറഞ്ഞു കവിയുന്ന ആചാര്യരാണ് വേദവ്യാസര്. അതുകൊണ്ട് തന്നെ ആചാര്യർക്ക് എന്തോ ഒരു സമാധാനക്കുറവ്, നമുക്കുള്ള ഒരു സമാധാനക്കുറവ് പോലെ അല്ല എന്ന് പറയും. സമാധാനക്കുറവുണ്ടായില്ല.
എന്താ എനിക്ക് സംഭവിച്ചത്? അപ്പൊ താൻ ചെയ്തിട്ടുള്ള മഹത്കൃത്യങ്ങളൊക്കെ സ്വയം ഒന്ന് ആലോചിച്ച് ഉറപ്പിച്ചു നോക്കി. എന്നിട്ടും പോരാ എന്നൊരു തോന്നല്, എന്തോ ഒരു ചെറിയ കുറവ്. ശ്രീകൃഷ്ണ ഭഗവാനെ കെട്ടാൻ വേണ്ടി യശോദ അമ്മ കയറും എടുത്ത് ചെന്നില്ലേ, അതുപോലെ ഒരു അനുഭവം. എത്രയൊക്കെ കയറ് കൂട്ടി കെട്ടിയിട്ട് കെട്ടാൻ നോക്കുമ്പോഴും 2 അങ്കുലം കുറവ്. വലിയൊരു തത്വമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2 അങ്കുലം കുറവ് എന്നുള്ളൊരു കുഴപ്പം. ഇതേപോലെ വേദവ്യാസർ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തോ ഒരു കുറവ് അനുഭവപ്പെട്ടു എന്നാ. അപ്പൊ വേദവ്യാസർ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. ഈ സമയത്തൊക്കെയാണ് അനുഗ്രഹം ഓരോ വഴിക്ക് എത്തിച്ചേരുക. യാതൊരു മഹർഷീശ്വരനാണോ ഓരോരുത്തരെയും സാധനാപാതയിൽ അവശ്യമായ സന്ദർഭത്തിൽ എത്തിച്ചേർന്ന് അനുഗ്രഹിക്കുക. നമുക്ക് പേര് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലുകാര് ആക്ഷേപിച്ച് നശിപ്പിച്ചതുകൊണ്ട് അത്ര ഒരു ബഹുമാനം തോന്നിയെന്ന് വരില്ല. പറഞ്ഞു വരുന്നത് നാരദ മഹർഷിയെ കുറിച്ചാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും ഭഗവത്ഗീതയിൽ ദേവർഷീണാം നാരദഃ എന്ന്, ഞാൻ ദേവർഷികരുടെ കൂട്ടത്തിൽ നാരദനാണ് എന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു മഹർഷീശ്വരന്റെ പ്രഭാവത്തെക്കുറിച്ച് എന്താ പറയുക? അങ്ങനെയുള്ള മഹർഷീശ്വരനെ സീരിയലുകാര് കുറച്ചൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടനവധി ദോഷം ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആ നാരദ ഋഷീശ്വരനെയാണ് മോശമാക്കി കാണിച്ചിരിക്കുന്നത്. നാരായണ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, ഫണ്ണി ക്യാരക്ടറായിട്ട്. നാരദരുടെ ഭക്തിസൂത്രം ഒന്ന് പഠിച്ചാൽ മതി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു സ്ഥലത്ത് നാരദ ഭക്തിസൂത്രം എടുത്തു കഴിഞ്ഞപ്പോ ഒരു പ്രായമായ ആള് പറയാണ്, ഇനി ആരെങ്കിലും നാരദരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആരോഗ്യമൊന്നും ഇല്ലെങ്കിലും ശരി, ഞാൻ അവന് 2 കൊടുക്കുക തന്നെ ചെയ്യുന്നു. അത്രയും ഇത് മാറിപ്പോയി. നാരദരെ കുറിച്ച് ഇത്രയൊന്നും ധരിക്കണ്ടായില്ല. എന്താ ഇപ്പൊ ധരിക്കാൻ, കുറഞ്ഞ ധരിക്കാൻ ആരെ പറഞ്ഞു ചോദിക്കുക. ശരിക്കും നാരദരെ കുറിച്ച് വേണ്ടത്ര നന്നായിട്ട് തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കലഹം കൂട്ടണമെന്നാണ് ഒരു ആക്ഷേപമുള്ളത്. ഈ കലഹം പോലും ഉള്ളിലുള്ള ദുഷ്ട കഴുകിക്കളയാൻ ഉപകാരപ്രദമായ രീതിയിലാണ്. അല്ലെങ്കിലോ ചില കാര്യങ്ങളിലൊക്കെ ഇത്തിരി തിടുക്കം കൂട്ടാൻ വേണ്ടിയിട്ടാ കലഹം. രാവണന്റെ അടുത്ത് എന്നിട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ കംസന്റെ അടുത്ത് എന്നിട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. എന്താ, എല്ലാം ഒന്ന് വേഗത്തിലായിക്കോട്ടെ, എന്തായാലും മംഗളാണ് സംഭവിക്കാനുള്ളത്, അത് വേഗം ആയിക്കോട്ടെ എന്ന് ധരിച്ചു എന്നേ ഉള്ളൂ. ഏതായാലും ശരി, എത്രയെത്ര പേരെയാണ് സാധനാപാതയിൽ അവസരോചിതം വന്ന് നാരദ മഹർഷി അനുഗ്രഹിച്ചിട്ടുള്ളത് എന്ന് കയ്യും കണക്കൂല്ല. സാക്ഷാൽ മഹാകാട്ടാളനായ പ്രാകൃതനായിട്ടുള്ള വാൽമീകിയുടെ കഥ അറിയാലോ. രത്നാകരൻ വാൽമീകിയായി. രത്നാകരൻ വാൽമീകിയായി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അഭിചേത് സുദുരാചാര പാപേഭ്യ പാപകൃത്തമഃ. എത്ര വലിയ ദുരാചാരിയായിക്കോട്ടെ, എത്ര വലിയ പാപിഷ്ഠനായിക്കോട്ടെ, എന്നിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ സാധുരേവ സമന്തവ്യഃ, സാധുവായി പരിഗണിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഉത്തമ നിദർശനമായിട്ട് രത്നാകരൻ ഇതാ ഭഗവാനിലേക്ക് തിരിഞ്ഞു. ആകെ ആള് മാറി. അപ്പൊ ആലോചിച്ച് നോക്കുമ്പോ നല്ലൊരു ഉപാധിയായി. ഈ ഉപാധിയെ കൊണ്ട് ഒരു കെങ്കേമമായിട്ടുള്ള കാര്യം ചെയ്യിക്കണം. നാരദർ ഉടനെ ഓടി അവിടെ എത്തുന്നുണ്ട്. നാരദർ എത്തിയപ്പോഴോ പാകം വന്നതുപോലെയാ. ഒരു കവിതയും എഴുതി എന്ന് പറഞ്ഞാൽ എഴുതൊന്നല്ല ഉണ്ടായത്, അങ്ങോട്ട് പറഞ്ഞു പോയിന്നാ. മാനിഷാദ പ്രതിഷ്ഠാത്വമകമ ശാശ്വതീ സമ യത്ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം എന്നിങ്ങനെ അബദ്ധവശാൽ പറഞ്ഞു പോയിന്നാ. പിന്നെയാണ് അത്ഭുതപ്പെട്ടത്, ഏയ് ഞാൻ എന്താ പറഞ്ഞത് എന്ന്. അങ്ങനെ പാകം വന്ന് നിൽക്കുന്ന നല്ലൊരു ഈശ്വര ഉപാധി ആ വാൽമീകിയെ നാരദർ സമീപിക്കുന്നു. വാൽമീകി ആണെങ്കിൽ കാത്തു നിൽക്കുകയാണ് ഒരു ചോദ്യം ചോദിക്കാൻ. കോണ്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന് പറഞ്ഞ അങ്ങോട്ട് ചോദ്യം ആരംഭിച്ചു. ആരുണ്ട് ഈ ലോകത്തിൽ? ഒരു 20 ലക്ഷണം പറഞ്ഞിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരാളുണ്ടോ? അപ്പൊ നാരദര് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം പറയട്ടെ, അങ്ങ് എണ്ണിപ്പറഞ്ഞ സകല ഗുണവിശേഷങ്ങളോടും കൂടി ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. ഭാഗ്യവശാൽ ഒരാളുണ്ട്.
ആരാത്? ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുതഃ. ഇക്ഷ്വാകു വംശത്തിൽ പ്രഗത്ഭനായിട്ടുള്ള രാമൻ എന്നു പേരുള്ള ഒരാളുണ്ട്. വംശപാരമ്പര്യത്തെ ദശരഥൻ വരെ ഭംഗിയായിട്ട് പിന്തുടർന്ന് വന്നു. അതുകൊണ്ടാണ് ഇക്ഷ്വാകുവിന്റെ പേരെടുത്ത് പറഞ്ഞത്. ഇടക്കാലത്ത് കുറച്ചൊരു മോശമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വിശ്വാമിത്രർ ഇടപെട്ടിട്ട് നന്നാക്കി എന്ന് വേണം പറയാൻ. ഏതായാലും രാമൻ ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളോടും കൂടി യോഗ്യനാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. രാമനെ കുറിച്ച് കഥ എഴുതുക. എങ്ങനെയാ എഴുതുക? ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പറഞ്ഞു കൊടുത്തത്. സമാധിനാനുസ്മരതസ്യ ചേഷ്ടിതം. സമാധി ഭാവത്തിൽ അന്വേഷിച്ച മുഴുവൻ കഥയും വിസ്തരിച്ചു കിട്ടുന്ന. തുടർന്ന് അങ്ങനെ തന്നെയാ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. ഇത്തിരി ജലമെടുത്തു ആചമനമൊക്കെ നിർവഹിച്ച ശേഷം കണ്ണടച്ച് നിവർന്നിരുന്നപ്പോ ഒരു ക്യാൻവാസിൽ എന്നതുപോലെ രാമായണം മുഴുവൻ വെളിവായി കിട്ടീന്ന. അങ്ങനെ തന്നെയാ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതേപോലെ അവിടെ എങ്ങനെയാണോ വേദർഷി നാരദര് എത്തിച്ചേർന്നത്, അതേപോലെ ഇങ്ങനൊരു അവസരത്തില് ഇതും എന്തോ ഒരു പാകപ്പെടലാണേ. ഒരു വല്ലാത്ത അലോസരം തോന്നണു എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിന് നിയുക്തനായിരിക്കുകയാണ് എന്നർത്ഥം. ഒരു പ്രസവ വേദന പോലെ വേദവ്യാസര് ബുദ്ധിമുട്ടുക. ആ സമയത്ത് നാരദര് ചെന്നു. നാരദര് ചോദിച്ചു, എന്താ മഹർഷിയെ മുഖത്തൊരു തെളിച്ചല്ലായിക? പറഞ്ഞു, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എന്താ എനിക്ക് വാസ്തവത്തില് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാൻ ഒരു കാരണവും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല. എന്തേ കാര്യം? എന്തൊക്കെ കാര്യങ്ങളാ ഞാൻ ചെയ്തിട്ടുള്ളത്? നാരദരും പറഞ്ഞു, ശരി തന്നെയാണേ, അങ്ങ് ചെയ്തിട്ടുള്ള ഒരുപടി കാര്യങ്ങളുണ്ട്, ഒന്നുകൂടി വിസ്തരിച്ചോളൂ. വിസ്തരിച്ചൊക്കെ കേട്ടു. ഒരു കാര്യം ചെയ്യണ്ടായിട്ടില്ല, അത് തന്നെയല്ലേ ഇപ്പൊ ഈ കുറവ്. എന്താ കാര്യം? കൃഷ്ണകഥ വർണ്ണിക്കുണ്ടായിണ്ടോ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങ് വലിയ ധർമ്മപ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒന്നും തോന്നരുതിട്ടോ, ഉള്ളത് തുറന്നു പറയുകയാണ്. ധർമ്മപ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ആകെ പരിഭ്രമ വീഴുള്ളൂ. എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങളുടെ മനസ്സിലാവില്ല. എന്നാലോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ അവിടുത്തെ ഒരു മഹത്വം പറഞ്ഞ തീരില്ല. പിറന്നു വീണത് കാരാകാരത്തില്. എന്നിട്ടോ കാട്ടാളന്റെ കണയം പേറ്റാണ് കാലപുരി പോകുന്നത്. അപ്പൊ ഒരു കാരാഗൃഹത്തില് പിറന്നു വീണത് മുതൽ കാട്ടാളന്റെ കണയം പേറ്റ് കാലപുരി പൂകും വരെ ക്രൈസിസോ ക്രൈസിസ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാല് ഫസ്റ്റ് ആദ്യം തന്നെ വരുന്നു പൂതന ക്രൈസിസ്. അല്ലേ? ഇങ്ങനെ ജീവിതത്തിലുടനീളം ഒരുപാട് സംഘർഷങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിട്ടും ഒരിക്കലും ഒന്നിലും തളരാതെ പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നേരിട്ട മഹത് അവതാരത്തെക്കുറിച്ച്, പൂർണ്ണാവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുകയുണ്ടായിണ്ടോ വേദവ്യാസരെ? ഇല്ല, അത് വേണ്ടത്ര ചെയ്തിട്ടില്ല. അല്ല, കുറച്ചൊക്കെ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പോരാ, അങ്ങ് വിശദമായിട്ട് കൃഷ്ണനെ കുറിച്ച് എഴുതൂ. സമാധിനാനുസ്മര തസ്യ ചേഷ്ടിതം. സമാധി ഭാവത്തില് ആ കഥയൊക്കെ ഒന്ന് കാണൂ, എന്നിട്ട് അങ്ങോട്ട് വിസ്തരിക്കൂ. വാസ്തവത്തിൽ ഇത് നമ്മുടെയൊക്കെ മഹാഭാഗ്യായി. അങ്ങനെയാണ് സകല വേദങ്ങളും ഏതിൽ സന്നിധാനം ചെയ്യുന്നുവോ, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം ധർമ്മം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ സൂര്യോദയം പോലെ മഹാഭാഗവതം നമുക്ക് ലഭിച്ചത് ഇങ്ങനെ ഒരു നാരദർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്ന് പറയും. അപ്പൊ നമ്മൾ നാരദ മഹർഷിയോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഭാഗവതം എഴുതാനിടയായത് എന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിഗണിക്കാനുണ്ട്. അതെന്താ? അത് ഉപനിഷത്തും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഒക്കെ രചിച്ച വേദവ്യാസർക്ക് കുണ്ഠിതം തീർന്നില്ല എന്നോ? മഹാഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ ഒരു രസകരമായിട്ടുള്ള കഥയുണ്ടല്ലോ, തൂക്കി നോക്കിയ ഒരു കഥ. അങ്ങനെ തൂക്കി നോക്കിയപ്പോഴോ ഭാഗവതം എത്രയോ കേമാണെന്ന്. ഇത് ഇവിടെയൊന്നല്ല തൂക്കൽ നടന്നതും, ഞങ്ങളുടെ ബ്രഹ്മലോകത്തിൽ വെച്ചാണ് ഇത് നടന്നതും. അപ്പൊ അങ്ങനെ ഒരു വർണ്ണനയുണ്ട്. മഹാഭാഗവതത്തിന്റെ ഗരിമ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചിത്രമാണ്. എന്താ ഇത്രയൊരു ഗരിമ? ഇനി നമുക്ക് ഇത്തിരി മനഃശാസ്ത്രവും കൂടി കേട്ടിട്ട് ഈ ഭാഷണം ഉപസംഹരിക്കാം. ഇന്നിപ്പോ ഏതാണ്ട് വേദവ്യാസപ്രായാണ് പൊതുവെ മാനവരാശിയുടെ ബുദ്ധി എന്ന് പറയാം. ഒന്നുകൂടി ആവർത്തിക്കട്ടെ, എല്ലാവരുടെ കാര്യമല്ല,
മറിച്ച് മാനവരാശി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ ഈ യുഗത്തിന് ഓരോരോ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ആണവ യുഗം എന്ന് പേര്. കാരണം എന്താണ്? അണുവിനെ മുറിച്ച് അതിന്റെ സാധ്യതകൾ ഒട്ടനവധി അനുഭവിക്കുന്ന യുഗമാണ്. അതുകൊണ്ട് ആണവ യുഗം എന്ന് പേര്. മറുവശത്ത് ഭൂമിയെ 25 പ്രാവശ്യം ചുട്ടുകരിക്കാനുള്ള ആയുധങ്ങള്, ആണവായുധങ്ങൾ അടക്കം ശേഖരിച്ചു വെച്ചു എന്നുള്ളതിന്റെ പേരിലും നമുക്ക് ആണവ യുഗം എന്ന് പറയാം. ഇനി പറയുന്നത് കമ്പ്യൂട്ടർ യുഗം എന്നാണ്. പ്രപഞ്ചത്തിലെ സകല വിശേഷങ്ങളെയും വിജ്ഞാനങ്ങളെയും ഒരു ചിപ്പിലാക്കി കൊണ്ടു നടക്കാനുള്ള ചെപ്പടി വിദ്യ കണ്ടെത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ യുഗമാണ്. കമ്പ്യൂട്ടറിന്റെ ആ ഒരു കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അന്തം വിട്ടു. കുറച്ചൊക്കെ പരിചയിച്ച് നോക്കിയിട്ടുണ്ട്. അയ്യോ, മഹാ അത്ഭുതം തന്നെയാ കമ്പ്യൂട്ടർ യുഗം. ഇനി ചിലരുടെ അഭിപ്രായത്തില് അങ്ങനെയൊന്നുമല്ല ഈ യുഗത്തെ വിളിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണാവോ വിളിക്കേണ്ടത്? ജെനറ്റിക് യുഗം എന്ന് വിളിക്കണം. അതെന്തിനാണാവോ? ജനിതക ശാസ്ത്രത്തിലെ എത്രയൊക്കെയാ വികസിച്ചത് കയ്യും കണക്കൂല്ല. ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ജീനോം കോഡ് വായിച്ചെടുക്കാൻ സമർത്ഥമായിരിക്കുന്നു. ഒരിക്കലും ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പോവാനിടയായി. അപ്പൊ അതിന്റെ അകത്ത് കടന്ന് അവര് വിശദമായിട്ട് ഒക്കെ കാണിച്ചു തന്നു. ഇപ്പൊ ക്യാൻസറസ് ഗ്രോത്ത് അതുണ്ടല്ലോ, അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠനം നടക്കുകയാണ്. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ക്യാൻസറും എന്ന മാറാവ്യാധിയും നിയന്ത്രണ വിധേയമാകും. അത്രയും ഗംഭീരമായിട്ടുള്ള പഠനങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ ജീനോം കോഡ് വായിച്ചെടുക്കുന്ന, കമ്പ്യൂട്ടറിൽ വായിച്ചെടുക്കുന്ന വിദ്യയൊക്കെ അവർ കാണിച്ചു തന്നു. പന്നിലയില് ക്ലോണിങ് പോലുള്ള കണ്ടെത്തലുകളൊക്കെ ആയിട്ട് ജെനറ്റിക് എഞ്ചിനീയറിംഗ് അങ്ങോട്ട് പുരോഗമിക്കുന്നു. അതുകൊണ്ട് ഇതൊരു ജനിതക യുഗമാണ്. വാർത്താവിനിമയ രംഗത്ത് വിപ്ലവം നടത്തിയത് കൊണ്ട് അതിനെക്കുറിച്ച് എങ്ങനെ പറയാതിരിക്കുന്നു ചോദിക്കുക. ഇപ്പൊ ടെക്നോളജി സമ്മാനിച്ചിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ചൊന്നും പറയണ്ട. പണ്ട് ഏതോ ഒരു കാട്ടിലൊരു വൃക്ഷ ചുവട്ടില് കേവലം ഒരു കൗബീനവും ഉടുത്ത് ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഋഷീശ്വരൻ ലോകത്തില് മറ്റൊരാളെ കണ്ടുമുട്ടിയിട്ടുണ്ടോന്ന്. ഇന്നാണെങ്കിലോ അത് വെറും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരവസ്ഥയായി മാറിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് എന്നാണ് പേര്. ഗ്ലോബൽ ടൗൺ ഒന്നും കൂടിയല്ല, ഗ്ലോബൽ വില്ലേജ്. ഒരു കൊച്ചു ഗ്രാമമാക്കി ഭൂമിയെ ചുരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവകാശവാദം. ഇതിനൊരു ചെറിയ ആക്ഷേപം പിന്നാമ്പുറത്ത് ഉണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ എല്ലാം കൂടി പണ്ട് വസുധൈവ കുടുംബകം എന്നൊക്കെയാണ് പറഞ്ഞത്. ലോകം ഒരു തറവാടാണ് എന്ന് പറയേണ്ടായിട്ടുണ്ട്. പക്ഷിക്കൂട് പോലെയും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഋഷീശ്വരന്മാര് മോശക്കാരൊന്നും ആയിട്ടില്ല അന്നലയില്. പക്ഷേ അത് കുടുംബമാണ്, പക്ഷിക്കൂടാണ്. ഇന്നാണെങ്കിലോ ചന്തയായി മാറിയിട്ടുണ്ട്. വ്യാപാരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇത് നേട്ടാണെന്ന് വർണ്ണിക്കുക വയ്യാന്ന് ഒരു ആക്ഷേപം. അതിരിക്കട്ടെ. അപ്പോ ഗ്ലോബൽ വില്ലേജ് പോലുള്ള നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അന്നലയിലും ഈ യുഗത്തെ വർണ്ണിക്കണം. ഇങ്ങനെയൊക്കെ വർണ്ണിക്കാനുള്ള ഒരവസ്ഥയിൽ മാനവരാശി പുരോഗമിച്ചു എങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ശാസ്ത്രവിജ്ഞാനമാണല്ലോ, അന്നലയിലുള്ള ഒരവസ്ഥയാണ്. അപ്പൊ വേദവ്യാസരുടെ ബൗദ്ധികാവസ്ഥയാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും തൽക്കാലം പറയാം. ഭാഗവതത്തിന്റെ കാലിക പ്രസക്തി അപ്പോഴേ ബോധ്യാവുള്ളി. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്തിന്റെ സവിശേഷത എന്തായിരിക്കും? വെറും ബൗദ്ധികമായിരിക്കും വ്യവഹാരങ്ങളൊക്കെ. അവിടെ സ്നേഹത്തിന്, പ്രേമത്തിന്, അതിന്റെ മാധുര്യത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. അതിന്റെ പ്രകടനങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക എന്നാണെങ്കിലോ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാവും. ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടാവും, പക്ഷെ മാർക്കറ്റിൽ സ്നേഹം ഉണ്ടാവില്ല. ഇന്നിപ്പോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ സ്നേഹം ഇല്ലാതാവുമ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി. അതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത്, ഞാൻ തന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് വ്യാപകമായിട്ടുണ്ട്. പക്ഷെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. അതിൽ വിശ്വസിച്ചു പോയാൽ സൂര്യനെല്ലികളൊക്കെ ആവർത്തിക്കാൻ ഇടവരുന്നു. ഈ വേദിയിൽ പറയാൻ സങ്കോചമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. അപ്പൊ പരിശുദ്ധമായ സ്നേഹം, ഒരു പീഡ എറുമ്പിനും വരുത്താത്ത കാരുണ്യം, ഇതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു മേൽക്കൂരയുടെ കീഴിലുള്ള ആളുകൾ തമ്മിൽ ഒരുപാട് അന്തരമാണ്. പരസ്പരം അറിയണില്ല.
പിന്നെയോ ക്ലബ്ബ് സംസ്കാരം രൂപം കൊണ്ടു. അപ്പൊ ഇവിടെ ഇല്ലാത്തതൊക്കെ അവിടെ ആവാന്ന. അതെങ്ങനെ സാധിക്കും? അവിടെ അതിന് പവിത്രതയില്ല. അപ്പൊ പവിത്രതയൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നത്തെ യുവജനത, യുവതലമുറ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. സ്നേഹശൂന്യതയുടെ, നിരാശയുടെ, യാന്ത്രികതയുടെ ഒരുതരം ഊഷരതയിലാണ്. ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ചിന്മയ യുവകേന്ദ്രം, ചിന്മയ മിഷന്റെ യുവജന വിഭാഗമാണ് ചിന്മയ യുവകേന്ദ്രം. അതിന്റെ സംസ്ഥാന ഉത്തരവാദിത്വമുണ്ട്. അപ്പോ കേരളത്തിലുടനീളം സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്തും കൂടി കേരളത്തിൽ എല്ലായിടത്തും സഞ്ചരിച്ചു വരികയാണ്. ഞങ്ങളൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് പാലക്കാട് പല്ലാവൂരിൽ വെച്ച്. 1000 പേരെയാണ് ലക്ഷ്യമാക്കിയത്. 1300 പേര് രജിസ്റ്റർ ചെയ്തു. ഇപ്പോഴും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് സമ്മർദ്ദമുണ്ട്. പക്ഷെ ഞങ്ങൾ നിർത്തി. കാരണം അവിടെ താമസിക്കാനും പഠനമൊന്നും സൗകര്യമില്ല. അപ്പൊ നിർത്തിയിരിക്കുക. എന്തേ യുവജനതയ്ക്ക് ദിശാബോധമില്ലായ്മ, ആകെ ഒരു നിരാശയില, വല്ലാത്തൊരു ഊഷരതയാണ്. ഒന്നിലൊരു വിശ്വാസമില്ലായ്മ വന്നിട്ടുണ്ട് എന്നർത്ഥം. ഇതൊക്കെയാണ് ഈ നേട്ടങ്ങളുടെ മറുവശം. ഒരുപാട് നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വിജയം കൈവരിച്ചു എന്ന് പറയാം. പക്ഷേ മറുവശത്ത് ഒട്ടനവധി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലെവലിലുള്ള സെക്യൂരിറ്റി പോരാ എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ തെളിഞ്ഞതാണ്. ഭൗതികമായിട്ടുള്ള സുരക്ഷയല്ല മനുഷ്യന് വേണ്ടത്. അത് എത്രത്തോളം ഉറപ്പുവരുത്തിയാലും ശരി, വേണ്ടത്ര സുരക്ഷയുള്ളതായിട്ട് തോന്നില്ല. ഇവിടെ വൈകാരികമായിട്ടുള്ളൊരു സുരക്ഷ വേണം. വൈകാരികമായിട്ടുള്ള ഈടുറപ്പ് വേണം. ആ വികാരമാകട്ടെ ക്ഷുദ്രമായ വികാരമായിക്കൂടാ, ഉദാത്തമായ വികാരമാവണം. ഭാഗവതം ഇവിടെയാണ് അനുഗ്രഹമായി അവതരിക്കുന്നത്. ഭാഗവതം ബൗദ്ധികമായ ഊഷരതയ്ക്ക് സേചനം നൽകുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ്. അതാണ് ഇതിന്റെ കാലിക പ്രസക്തിനർത്ഥം. അപ്പൊ ഇന്ന് കുടുംബങ്ങളിലും സമൂഹത്തിലും പൊതുവെ മാനവ സമുദായത്തിലും അകന്നുപോയിട്ടുള്ള സ്നേഹോഷ്മളത, അതിന്റെ ഉദാത്ത ഭാവത്തിൽ പുനഃപ്രതിഷ്ഠിക്കാൻ ഏറ്റവും യോഗ്യമായ ഒരു ഗ്രന്ഥമാണ് ഭാഗവതം. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് ജീവിതത്തെ മാനേജ് ചെയ്തത്? ശരിക്കും ചോദ്യം പ്രസക്തല്ലേ? ഈ കാരാഗ്രഹത്തിൽ പിറന്നത് മുതൽ കാലപുരി പോകും വരെ ഒട്ടനവധി ക്രൈസിസുകൾ ഉണ്ടായിട്ടും എങ്ങനെ തളരാതിരുന്നു? ഇപ്പൊ കൃഷ്ണ ഭഗവാനോട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തി, അതാണല്ലോ ഇന്നത്തെ പതിവ്, ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, വാട്ട് ഈസ് യുവർ സീക്രട്ട് ഓഫ് സക്സസ്? അങ്ങയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? ഓ ഭഗവാൻ പറയും, സ്റ്റഡി ഭാഗവതം. നിങ്ങൾ ഭാഗവതം പഠിച്ചോളൂ, എന്റെ വിജയ രഹസ്യം മനസ്സിലാവും. അപ്പൊ ഭാഗവതത്തിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിസന്ധികളെ നേരിടാനുള്ള കല ഭഗവാൻ അനാവരണം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗമാണ് കല പറഞ്ഞത് എന്ന് പറയാൻ പറ്റില്ല. ഭാഗവതത്തിലൂടെ കടന്നു പോവുക തന്നെ വേണം. അങ്ങനെ കടന്നു പോകുമ്പോ നാം ആ കല വശമാക്കിയവരാവും. എന്തായിരിക്കും ലക്ഷണം? കൃഷ്ണനെ പോലെ തന്നെ മായാത്ത പുഞ്ചിരി എപ്പോഴും മുഖത്ത് സൂക്ഷിക്കാൻ കഴിവുള്ളവരായിട്ട് നമ്മൾ മാറും. അപ്പൊ ഇന്നത്തെ ഊഷരതകൾക്ക് മുഴുവൻ പരിഹാരമായി ഭാഗവതം പ്രയോഗിക്കപ്പെടട്ടെ എന്ന് പറയും. ഇത്തരത്തില് സത്രങ്ങളില് നമ്മൾ വരുന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര ദ്രവീകരിച്ചിട്ടുണ്ട്, എത്രത്തോളം എനിക്ക് എല്ലാവരിലെയും ഈശ്വര മഹത്വത്തെ അംഗീകരിക്കാനും പരിഗണിക്കാനും ആദരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട് എന്ന് ചോദ്യം ചെയ്ത് നോക്കണം. അന്നിലയിലാണ് ഭാഗവത ശ്രവണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സ്വാംശീകരണത്തെ അളന്നു നോക്കേണ്ടത്. തിരിച്ചു പോകുമ്പോൾ ഈ ഒരു മാറ്റം. വാസ്തവത്തില് ഒരാൾക്കും തെറ്റു ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്, അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നവിവാഷ്ണേയ ബലാദിവ നിയോജിത. പാപം ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
പാപം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പാപം ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാറ്റിനും ഇല്ല 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 എന്നാണ് ഉത്തരം. അപ്പൊ എന്തുകൊണ്ട് പാപം ചെയ്തു പോകുന്നു എന്ന് ചോദിച്ചാൽ ആരെയും നമുക്ക് പ്രത്യക്ഷത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തരായിരിക്കും. ഈ ഓരോരുത്തരും രൂപപ്പെട്ടു വരുന്നതിനിടയ്ക്ക് സമാഹരിതമാകുന്ന ഒരുപാട് ഓർമ്മകൾ അവരുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഈ ദുസ്വാധീനങ്ങളെ പരിഹരിച്ചിട്ടില്ലെങ്കിൽ സംസ്കാരത്തിന് പകരം പ്രാകൃത ചേഷ്ടകളായിരിക്കും അവരിൽ നിന്നുണ്ടാവുക. മനഃശാസ്ത്ര അപഗ്രഥനം നടത്തുന്ന സമയത്ത് അവര് തരുന്ന സൂചനകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 3 വയസ്സിനും 7 വയസ്സിനും ഉള്ളിലൊക്കെ നമ്മുടെ ജീവിതമൊക്കെ തീരുമാനിക്കപ്പെട്ടു പോകുന്നുണ്ടത്രേ. വളരെ ശ്രദ്ധിക്കണ്ടേ. ഈ സമയത്ത് നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതസ്ഥാനീയർ അവരിൽ നിന്നുണ്ടാകുന്ന ഇൻജങ്ഷൻസ്, വിലക്കുകൾ നമ്മുടെ ജീവിതത്തെ അവസാനം വരെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലായി പോകുന്നതിന് കാരണം എന്താ? അവര് സ്വരൂപിച്ച വിലക്കുകളാണ്, വികലമായ ഓർമ്മകളാണ്. ഇത് തിരുത്തുന്ന ഒരു പ്രോസസ്, ഇത് തിരുത്തുന്ന ഒരു പ്രക്രിയ എവിടെയെങ്കിലും നടക്കണ്ടേ? ഭാഗവതം പോലുള്ള കൃതികള് നമ്മൾ മുഴുകിയിരുന്ന് പഠിക്കുമ്പോൾ തിരുത്തലുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. കുറച്ചു കാലം മനഃശാസ്ത്രം പഠിച്ചു, ഇപ്പൊ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ചില കഥാപാത്രങ്ങളെ പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിട്ട് ഒരു ട്രീറ്റ്മെന്റ് പോലെ ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ ഇത് ചിട്ടപ്പെടുത്തിയതിന്റെ പിറകിലെ ഉദ്ദേശം വ്യക്തമല്ലേ? ദീർഘദർശികളായിട്ടുള്ള മഹാമനീഷികളായിട്ടുള്ള അവർക്കറിയാം എന്തൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഒക്കെ ഇതിൽ പരിഹാരമുണ്ട്. ഭാഗവതം പഠിച്ചിട്ട് ഒരാളും ആത്മഹത്യ ചെയ്യാൻ പോവില്ല. ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ അസഹിഷ്ണുത സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇപ്പൊ വിലക്കുകൾ സ്വാഭാവികമായി നീങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഓർമ്മകൾ സ്വാംശീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും തെറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ തെറ്റ് ചെയ്യുന്നവരെ കുറ്റം പറയുന്നതിന് പകരം അവരുടെ നിസ്സഹായതകളെ മനസ്സിലാക്കി സഹായിക്കാൻ നമുക്ക് കഴിയണം. ഇത്തരുണത്തിൽ ഭാഗവതം ഈ ദിശയിൽ ഒരു വലിയ സഹായമാണ് ചെയ്യുക. നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ പോലും സ്വരൂപിതമായ വികലമായ ഒരുപാട് ഓർമ്മകളെ നിരാകരിച്ച് സംശുദ്ധമാക്കുന്നർത്ഥം. അതൊരു വലിയ ധർമ്മമല്ലേ നിർവഹിക്കുന്നത്. അയ്യപ്പ പണിക്കരുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കവിതയുണ്ട്. വെറും ഒരു മോഷ്ടാവായ എന്നെ നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ലേ? അയ് കള്ളനല്ലേ, കട്ടിട്ടല്ലേ, തേങ്ങ കട്ടിട്ടല്ലടാ തന്നെ നിന്നെ കള്ളാന്ന് വിളിച്ചത്. തേങ്ങ മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് പൊതിച്ചു തിന്നാനായിരുന്നല്ലോ. വസ്ത്രം മോഷ്ടിച്ചതോടാ കള്ള. വസ്ത്രം മോഷ്ടിച്ചിരുന്നെങ്കിൽ അത് ഈ കാണുന്നവരുടെയൊക്കെ നാണം മറയ്ക്കുവാനായിരുന്നല്ലോ. ഇങ്ങനൊരു കവിതയുണ്ട്. ആ കവിത വായിച്ചപ്പോ തോന്നിയത്, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ട്. ഈ ന്യായീകരണങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാ. ഭാഗവതം ഒന്നും തെറ്റ് എന്ന് പറയുന്നില്ല. പിന്നെയോ നിങ്ങളുടെ ശരി ഇതാ, ഈ ശരിയുടെ വെളിച്ചത്തിൽ നോക്കൂ, ഇത് കുറെ കൂടി നല്ല ശരിയാണ്. ഇങ്ങനെ ശരിയിൽ നിന്ന് ശരിയിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ നാം അറിയാതെ സംഭവിക്കുന്നു എന്നർത്ഥം. നിങ്ങൾ തെറ്റുകാരനാണ് എന്ന് ഭാഗവതം പറയില്ല. പിന്നെയോ ഭാഗവതം കംസനെ ചിത്രീകരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇതൊന്നും ശരിയല്ല. കംസവധം നമ്മൾ ഭാഗവതത്തിൽ ശ്രവിക്കുന്നതോടെ നമ്മുടെ ഉള്ളിലും എന്തോ ചില വധങ്ങളൊക്കെ സംഭവിക്കും എന്നർത്ഥം. ഇങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. ഏതായാലും ഇത്തരത്തിലൊക്കെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഈ ഗ്രന്ഥം ശ്രവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്
ശ്രോതാക്കളായിട്ട് എത്തിയിട്ടുള്ളത്. ആ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സ്വയം ബോധമുണ്ടായിരിക്കുക. ശരിക്കും എന്ത് നേടണമെങ്കിലും വിവേകാനന്ദ സ്വാമികൾ പറയും, 33 ദൈവങ്ങളിൽ വിശ്വാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവനവനിൽ വിശ്വാസവും അവനവനോട് ഇത്തിരി ആദരവും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഞാനിവിടെ എത്തിപ്പെട്ടുല്ലോ, ഈ സത്രത്തിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടായല്ലോ, ഞാൻ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതയാണ് എന്ന് സ്വയം അഭിനന്ദിക്കുക. എന്നിട്ടോ നമ്മുടെ മനസ്സിന്റെ കൽമഷങ്ങളെ ഇതുവരെ സമാഹരിച്ചിട്ടുള്ളതായ രാഗദ്വേഷപരമായിട്ടുള്ള ഓർമ്മകൾ, അല്ലെങ്കിൽ ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഭാഷയിലൊക്കെ പറയുന്നത് പോലുള്ള ഇഞ്ചക്ഷൻസോ സ്ക്രിപ്റ്റോ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഈ മലീമസകൾ മുഴുവൻ, കൽമഷങ്ങൾ മുഴുവൻ നീങ്ങിപ്പോകുന്നതിന് ഇത് ശ്രവണം ചെയ്താൽ മാത്രം മതിയത്രേ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. അങ്ങനെ ഒരു സൗകര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മടിക്കണമെന്ന് ചോദിക്കാം. അപ്പോ എത്രയും അനുഗ്രഹീതരാണ് നമ്മൾ. ഭാഗവതം എന്നത് സർവശാസ്ത്രങ്ങൾക്കും സമ്മതമായിട്ടുള്ള ഒരു സംഗ്രഹ ഗ്രന്ഥമാണ്. അത് പറഞ്ഞു തരുന്ന വക്താക്കളാണെങ്കിലോ എല്ലാവരും ഈ വേദിയിൽ ശോഭിച്ചിട്ടുള്ളവരാണ്, പറയാൻ അറിയുന്നവരാണ്. ഇങ്ങനെയുള്ള ഈ ഒരു സൗഭാഗ്യം, പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ, ജീവിതത്തെ സരസമാക്കുന്ന വിരസതയിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ കഴിവുള്ള ഈ ഭാഗവതം ആവോളം പാനം ചെയ്യണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വേദിയിൽ ഭാഗവത ചർച്ചയ്ക്ക് അവസരം തന്ന സംഘാടകരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ കാണുന്ന രൂപപ്രകടനങ്ങൾക്കപ്പുറത്ത് വിളങ്ങി പരിലസിക്കുന്ന ശ്രീകൃഷ്ണ മഹത്വത്തിനു മുമ്പിൽ സാദര പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉപസം